പോളേട്ടൻ നമ്മുടെ തൃശ്ശൂർ തട്ടുകട നടത്തുന്ന ഒരാളാണ്. നമ്മൾ ഇടയ്ക്കൊക്കെ പോകുന്ന ഒരു തട്ടുകടയാണ്. തൃശ്ശൂർ ടൗണിൽ തന്നെയുള്ള ഒരു തട്ടുകടയാണ്. 20 വർഷമായിട്ട് തട്ടുകട നടത്തുന്നുണ്ട്. തട്ടുകട എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ദിവസവും ചെലവുണ്ടാവും, എല്ലാ ദിവസവും അതിനനുസരിച്ചുള്ള വരവുണ്ടാവും. ഈ തട്ടുകട നടത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം സ്വന്തമായിട്ട് ഒരു വീട് വെച്ചു എന്നുള്ളതാണ്. സ്വന്തമായിട്ട് വീട് വെക്കാനുള്ള പൈസ ആദ്യ കാലങ്ങളിൽ കൂട്ടി വെച്ച് അതിന്റെ ലോൺ എടുത്തു, അതിന്റെ ബാക്കി അടവ് അടച്ചു തീർത്തു. ഇപ്പോൾ വീട് സ്വന്തമായിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം നടത്തുന്നതിനായിട്ടുള്ള പണം ചെറിയ രീതിയിൽ കൂട്ടിവെച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസം നടത്തുന്നതിനായിട്ടുള്ള പണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഒരു 5-6 വർഷത്തിന് ശേഷം ജോലി മതിയാക്കി ഒരു വിശ്രമ ജീവിതം നയിക്കാനുള്ള ഒരു റിട്ടയർമെന്റ് ഫണ്ടും അങ്ങേരുണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം ആദ്യം ഈ KSFE ചിട്ടികൾ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസുകൾ പോലുള്ള നിക്ഷേപങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ലാസ്റ്റ് ഒരു 5-6 വർഷമായിട്ട് അദ്ദേഹം മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ അടുത്ത് അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അതായത് സമൂഹത്തിന്റെ ഏത് നിലയിലുള്ള ആളുകൾക്കും ഏത് തരത്തിലുള്ള ജോലി, സ്ഥിരം വരുമാനമുള്ള ജോലിയുള്ള ആളുകൾക്ക് മാത്രമല്ല മ്യൂച്വൽ ഫണ്ടുകളിൽ SIP ചെയ്യാനോ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ പറ്റുക എന്നുള്ളതാണ് ഈ പോളേട്ടിന്റെ എക്സാമ്പിൾ കൊണ്ട് പറയുന്നത്. അതായത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഫിനാൻസ് സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. അദ്ദേഹത്തിന് 6 മാസം ഇനിയിപ്പോൾ തട്ടുകട തുറക്കാൻ പറ്റാതിരുന്നാൽ, വരുമാനം ഇല്ലാതായാൽ പോലും ജീവിക്കാനുള്ള എമർജൻസി ഫണ്ട് ഉണ്ട്.